എല്ലാവരും സ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ കേൾക്കുവാനുള്ള സമയമാണ്. ആമേൻ. ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഈ ഐക്യമായുള്ള പ്രാർത്ഥന എന്തിനാണെന്ന് ചോദിച്ചാൽ ആമേൻ ദൈവമക്കൾക്ക് ആത്മീയമായി വളരുവാനും ആമേൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടവെന്ന ഐക്യതയോടെ പ്രാർത്ഥിക്കുവാനും ആമേൻ ചില കൃപാവരങ്ങളെ പ്രാപിച്ചെടുക്കുവാനും ആമേൻ ചില അന്ധകാര ശക്തികളെ ആമേൻ ജയിക്കേണ്ടതിന് ആമേൻ അഭിഷേകത്തിന്റെ തലത്തിലേക്ക് കയറേണ്ടതിന് അവന് പോകുന്നതായ സഭയ്ക്കത് പ്രയോജനമായി മാറേണ്ടതിന്, കുടുംബത്തിന് പ്രയോജനമായി മാറേണ്ടതിന് ആയിട്ടാണ് ഇങ്ങനെ ഒരു ആമേൻ ദേശത്തിന് വേണ്ടി ഐക്യമായുള്ളൊരു പ്രാർത്ഥന നമ്മളിവിടെ ആമേൻ രൂപീകരിച്ച് അത് നടത്തുന്നത്. ആമേൻ നമ്മൾ ആലയുടെ കൂടെ ആയിരുന്ന എല്ലാ ദൈവദാസന്മാർക്കും സഹോദരന്മാർക്കും ഒക്കെ അത് വലിയൊരു കൈത്താങ്ങലായി, വലിയൊരു ആശ്വാസമായി അവരുടെ വലിയൊരു വളർച്ചയ്ക്ക് കാരണമായി മാറും. ആമേൻ. ഇന്ന് രാത്രികാലം അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രാത്രികാലം അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ചില നിമിഷങ്ങൾ നമ്മുടെ മുമ്പിൽ മുംബൈയിൽ കടന്നു വന്ന ചില നിമിഷങ്ങൾ നമ്മളോട് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. ആമേൻ. തെറ്റുകളോ കുറവുകളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. ആമേൻ. അതൊക്കെ നമ്മൾ ക്ഷമിക്കുക. ഒരാൾ വളരണമെങ്കിൽ, ഒരാൾ ദൈവത്തിലേക്ക് കയറുകയാണെങ്കിൽ ആമേൻ ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ. ആമേൻ. അതുകൊണ്ട് ആമേൻ തുടർന്നുള്ള സമയങ്ങൾ, ചില നിമിഷങ്ങൾ ആമേൻ ഹല്ലേലൂയ പ്രിയാചാരെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ആമേൻ. ദൈവം ആമേൻ അത്ഭുതകരമായി ബലപ്പെടുത്തണം. ആമേൻ. ഒരു വാക്കേ പറഞ്ഞോളും, അത് കൃപയോടും കൂടെ പറയേണ്ടതിന് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ബലഹീനനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കണ്ണുകളുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിക്കനായ മോശയുടെ നാവിനോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിന്റെ കൊണ്ട് ആമേൻ തന്നെ രാത്രികാലം അതിനായി ബലപ്പെടുത്തട്ടെ. അതിനായി ഞാൻ താങ്കളുടെ ദൈവദാസനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഇന്ന് രാത്രികാലം തന്റെ മുന്നിൽ തോട്ടത്തിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരുടെ നടുവിൽ, ദൈവജനത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ഈ വചനമായി നിർമ്മാൻ വലിയവനാകുന്ന കർത്താവ് സഹായിച്ച ഓർത്ത് അങ്ങോട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അടിയൊന്നുമില്ല, ഒന്നും പ്രശംസിക്കാനോ പുകഴ്ച പറയുവാനോ ഒന്നുമില്ല. എന്റെ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ മാത്രമേ ഇന്ന് രാത്രികാലം എനിക്ക് കൈവരിക്കുവാൻ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടിലെ വരികൾ പാടി ഹല്ലേലൂയ എന്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. എങ്കിലും
നല്ല സ്നേഹത്തെ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കാലത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസന്മാർ സ്തോത്രം വേദമരുന്നവനായ കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ വചനമായി ഇവിടെ നിൽപ്പാൻ സ്തോത്രം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഞാൻ ഇവിടുത്തെ ദൈവദാസനോട് ഇപ്രകാരം പറഞ്ഞു. സ്തോത്രം നമുക്ക് ഇവിടെ ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് പറയുവാനായിട്ട് വിചാരിക്കുന്നു. സ്തോത്രം ഞാൻ കർത്താവിന്റെ ഇപ്രകാരം പറഞ്ഞു. സ്തോത്രം സമയമാകട്ടെ നമുക്ക് നടത്താമെന്ന് അങ്ങനെ പറയുവാനായിട്ട് വിചാരിക്കുന്നു. അങ്ങനെയാണ് സ്തോത്രം 40 ദിവസത്തെ ഉപവാസം സഭയുടെ ബന്ധത്തിൽ നടത്തുവാൻ അവിടുത്തെ ദൈവദാസന് ഇടയായിരുന്നു. സ്തോത്രം അവിടെ സ്തോത്രം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും എനിക്കും സംബന്ധിപ്പാൻ സ്വർഗ്ഗത്തിലെ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. സ്തോത്രം എന്നാൽ അതിന് മുന്നേ സ്തോത്രം വെച്ച് നടന്ന മീറ്റിംഗിൽ ദൈവദാസന് പ്രകാരം ഒരു സ്തോത്രം വിജയത്തെ ആസ്പദമാക്കി പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം അപ്പോൾ തന്നെ സ്തോത്രം ഞാനൊരു വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ ഈ ഉപവാസം നടക്കുന്നതായ സഭയിലും കടന്നു ചെന്നപ്പോൾ സ്തോത്രം അന്തരിൽ നിന്ന് കടന്നു വന്ന ഒരു ദൈവദാസൻ സ്തോത്രം ആ ദൈവദാസൻ സ്തോത്രം ഈ ഏറിയൊന്നും അറിയിപ്പില്ല എന്നാണ് ദൈവദാസൻ പറയുന്നത്. സ്തോത്രം എന്നാൽ അന്നത്തെ വയൽക്കാലം കടന്നു വന്നു. സ്തോത്രം അന്ന് ഉപവാസിക്കുന്നതായിട്ട് പുരുഷനായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. സ്തോത്രം ആ ദൈവത്തിന്റെ ദാസനും എപ്രകാരം അതുപോലെ തന്നെ ഒരു ദൂത് എന്റെ നേരെ അറിയുവാനായിട്ട് വിചാരിക്കുന്നു. സ്തോത്രം ഞാനത് സ്തോത്രം അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് വിചാരിക്കുന്നു. സ്തോത്രം ഉപവാസ പ്രാർത്ഥനയിൽ കടന്നുപോയി. സ്തോത്രം സ്തോത്രം കർത്താവ് പരിശുദ്ധാത്മാവ് ചില നിയോഗങ്ങൾ സ്തോത്രം അതിന് മേലെ ഒന്ന് പരമേൽപ്പിക്കുവാനായിട്ട് വിചാരിക്കുന്നു. സ്തോത്രം അതിനു മുന്നേ സ്തോത്രം ഉപവാസ പ്രാർത്ഥന പകൽക്കാലം കടന്നുപോയപ്പോൾ ഞാൻ സ്തോത്രം സ്തോത്രം ഇവിടെ ഇരിക്കുന്ന ദൈവദാസൻ മാത്രമേ അന്ന് പകൽക്കാലം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രികാലം പകൽക്കാലം ദൈവദാസൻ എന്നോട് വചനത്തിന്റെ വീട്ടിപ്പാൻ ആവശ്യപ്പെട്ടു. സ്തോത്രം ഞാനത് നിരാകരിക്കുകയാണ് ചെയ്തത്. നന്ദിയോട് സ്തോത്രം. സ്തോത്രം ആ വീട്ടിക്ക് കഴിഞ്ഞ് ഭവനത്തിലേക്ക് കടന്നുപോയപ്പോൾ വളരെ ഭാരത്തോടും വേദനയോടും സ്തോത്രം എന്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു പോകുവാൻ ഇടയായി. ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ സ്തോത്രം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ സ്തോത്രം ഈ തിരുവചനമായി നിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകണമെന്ന് ആ ദൈവത്തോട് ഞാൻ പറയുവാനായിട്ട് ഇടയാക്കിയിരുന്നു. ഇന്ന് രാത്രി കാലം എന്റെ ദൈവം സ്തോത്രം അത് സ്തോത്രം പൂർണ്ണമായി ഏറ്റെടുത്തു. സ്തോത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പലകാലം രാത്രികാലം ഈ വചനമായി ഇവിടെ നിൽപ്പാൻ എനിക്ക് ഇടയായി. ഇന്ന് എന്റെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദവാക്യം സങ്കീർത്തനമാണ്. സ്തോത്രം 136 സങ്കീർത്തനത്തിൽ ഇപ്രകാരം കാണുന്നു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, നീ നിന്റെ നിരൂപണമൊക്കെയും സ്തോത്രം എന്റെ നിരൂപണം നീ ദൂരത്തിൽ നിന്നും രാത്രികാലം ദൈവത്തിന്റെ ജനമേ പറയട്ടെ. സ്തോത്രം നമ്മൾ ദൈവമക്കളായി ഇറങ്ങി തിരിച്ചു. സ്തോത്രം നമ്മൾ സ്തോത്രം പല ജോലി കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരാണ്. സ്തോത്രം എന്നാൽ വളരെ വിളിച്ചു പറയുന്നു, നിന്റെ നിരൂപണങ്ങളൊക്കെയും അവൻ ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം ഇന്ന് രാത്രികാലം ദൈവമക്കളോട് ഞാൻ പറയട്ടെ, സ്തോത്രം നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഇവിടെയുന്നല്ല ഏതൊരു മീറ്റിംഗിൽ കടന്നു പോയാലും സ്തോത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങണം. സ്തോത്രം ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം
സംസാരിക്കുന്ന ദൂത് ആലോചന എന്റെ ജീവിതത്തിൽ സ്വത്രം എനിക്ക് ഉണർവുണ്ടാക്കുവാൻ ആത്മീയത്തിന് വളർച്ച ഉണ്ടാക്കുവാൻ കഴിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തീർച്ചയായും സ്വത്രം ദൈവത്തിന്റെ ജനമേ കടന്നുപോയാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി പ്രാർത്ഥന നമുക്ക് ഏറ്റവും കോട്ടയായിരിക്കുന്നു. ദിവസങ്ങളിൽ 7 ദിവസം വെള്ളിയാഴ്ച ഭാഗക്കാലം മാത്രം ഞാൻ ഒറ്റയ്ക്ക് അതിനു മുമ്പ് നിലയ്ക്കുന്നു. ചില ദിവസം ഭാഗക്കാല ഉപവാസ പ്രാർത്ഥനയും രാത്രികാലം മിനി കൺവെൻഷനും ഏർപ്പെടുത്തി. അതിനും ഞാൻ ബന്ധപ്പെടുവാൻ ഇടയായി. അന്നൊക്കെ എനിക്ക് അതിന്റെ പ്രത്യേക ഉണർവ് എന്റെ കർത്താവ് എന്നിൽ കൂടി തരുവാനിടയായിത്തീർന്നു. ആ സമയത്ത് ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ കടന്നു പോകും. എല്ലാവരും കടന്നു പോകുന്നതിന് മുമ്പേ ഞാൻ കടന്നുപോയി ആലയത്തിൽ കയറി ആലയത്തിനകത്ത് ഗ്രൗണ്ടിലേക്ക് ഞാൻ പ്രാർത്ഥിക്കും. സകല ബന്ധനങ്ങളെയും സകല ശക്തികളെയും പ്രാർത്ഥിച്ചു. 3 ആഴ്ച വളരെ ശക്തമായ ആരാധന അവിടെ വെളിപ്പെടുവാനിടയായി. അന്ന് ആ ദിവസങ്ങളിൽ ഇതുവരെയും അന്യഭാഷയിൽ സംസാരിക്കാത്തവർ, അന്യഭാഷയിൽ ആരാധിക്കാത്തവർ, അഭിഷേകം പ്രാപിക്കാത്തവർ ആ ദിവസങ്ങളിൽ അഭിഷേകങ്ങളെ പ്രാപിപ്പാൻ അന്യഭാഷയിൽ ആരാധിപ്പാൻ ഇടയായി. പ്രാർത്ഥനയാണ് നമ്മുടെ കോട്ട. പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. വചനത്തിൽ തിരുവഴുത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ വാദത്തിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാദം തുറന്ന ഇന്ന് രാത്രി കാലം ഞാൻ നിന്നോട് ദൈവം നിങ്ങളോട് ആഹ്വാനിക്കുന്നു. പലപ്പോഴും ദൈവം മുട്ടിയിട്ടും നിങ്ങളും തുറക്കാതിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ തുറന്ന് നിങ്ങളുടെ ഹൃദയമാകുന്ന കവാടം തുറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ അത് സമർപ്പിച്ചാൽ ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കാലം നിങ്ങൾ അതിനായി ഒരുങ്ങുന്നെങ്കിൽ ദൈവം ചില അത്ഭുതങ്ങളെ നിങ്ങളുടെ മേൽ ഇവിടെ ഈ മീറ്റിംഗിൽ കടന്നു വന്നതുകൊണ്ട് മാത്രം പോരാ. നമ്മൾ അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷയിൽ ആരാധിക്കണം. അതാണ് ദൈവത്തിന്റെ വ്യത്യാസം. അങ്ങനെയെങ്കിൽ നമ്മുടെ അത്ഭുതം ദൈവം ചില അത്ഭുതങ്ങളെ നമ്മുടെ മുമ്പിൽ ചെയ്തെടുക്കാനായിട്ടിടയായിത്തീരും. എന്നെ സന്തോഷിപ്പിക്കുന്ന വേറൊരു വാക്യം ഇപ്രകാരം കാണുന്നു. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ ആരാധനയ്ക്ക് കടന്നു വന്ന് അതുപോലെ ഇറങ്ങി പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഫലം കായ്ക്കുന്നവരായി ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഞാൻ മുമ്പേ അത് ഓർമ്മപ്പെടുത്തിയത്. അവൻ വാദത്തിൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി കാലം നിങ്ങളുടെ ഹൃദയമാകുന്ന കവാടം തുറന്നു തുറക്കുന്നുവെങ്കിൽ ചില അത്ഭുതങ്ങൾ നിങ്ങളിൽ പകരുവാൻ, ചില കൃപകൾ നിങ്ങൾക്ക് നിങ്ങളെ പരിമേൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളെ ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ പലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ ഇപ്രകാരമുള്ള വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ വേറും കളിയായി ചിന്തിക്കാം. നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചാൽ
ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവം ഹല്ലേലൂയ നിങ്ങളെ കൂടി ചില അത്ഭുതങ്ങളെ ചെയ്തെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ നല്ല ഫലം കായ്ക്കുന്നവരായി കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരു വിശ്വാസിയായി ഇറങ്ങി തിരിച്ച് ഹല്ലേലൂയ എന്നും അതുപോലെ ഇരിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ അന്യ ഭാഷയോടെ ആരാധിപ്പാൻ, ദൈവകൃപയോടെ ആരാധിപ്പാൻ, അഭിഷേകത്തോടെ ആരാധിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. രോഗികൾക്ക് പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് ഹല്ലേലൂയ സ്തോത്രം ഭൂതങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കൃപയേണ്ട കഴിയുക. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നല്ല ഹല്ലേലൂയ സ്തോത്രം അത് ഫലമായി തീരുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം മത്തായി എഴുതിയ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ 21 അധ്യായം 22 വാക്യം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വാക്യം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ എന്ത് യാചിച്ചാൽ ദൈവം ഹല്ലേലൂയ മറുപടി തരുവാൻ ഹല്ലേലൂയ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് ഹല്ലേലൂയ ഏത് കാര്യം അപേക്ഷിച്ചാലും ഹല്ലേലൂയ അവൻ തരും. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്ത് ദൈവത്തോട് യാചിച്ച് ഹല്ലേലൂയ അവന്റെ സന്നിധി ഹല്ലേലൂയ സ്തോത്രം സന്തോഷ പരിപൂർണ്ണതയോടെ ഹല്ലേലൂയ സ്തോത്രം നിൽക്കുന്നുവെങ്കിൽ ദൈവം ഹല്ലേലൂയ സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിലില്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ഇന്നലെ രാത്രി കാലം നമ്മളെ ഇടയാക്കേണ്ടതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഹല്ലേലൂയ ഗാനം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധിയിൽ ഞാൻ താണിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ആമേൻ. ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ചുരുക്കം ചില സമയങ്ങളെ ആമേൻ താൻ ഹല്ലേലൂയ സംസാരിച്ചെങ്കിലും ശക്തിയോടെ ഹല്ലേലൂയ സംസാരിക്കാനിടയായിരുന്നു. ദൈവം ബലപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ. ആര് സംസാരിക്കുന്നതല്ല, ആമേൻ ഹല്ലേലൂയ ആരുടെ വചനമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് പ്രാധാന്യം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് ആമേൻ ഹല്ലേലൂയ സംസാരിച്ചത്. വളരെ അനുഗ്രഹമായ എന്റെ ഭാരത്തിൽ കർത്താവ് ആമേൻ ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിനായി നന്ദി പറയുന്നു. പിന്നെയും ആമേൻ ശക്തീകരിക്കട്ടെ. ആമേൻ. പിന്നെയും ചില വേദികളിൽ കർത്താവ് ആമേൻ നിൽക്കുവാനുള്ള അവസരങ്ങളെ ഒരുക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ ഹല്ലേലൂയ. തുടർന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ പിന്നെയും നമുക്ക് ശ്രമിക്കുവാനുള്ള സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നിന്ന് കടന്നു വന്ന ഹല്ലേലൂയ സുര ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന ഇപ്പോൾ ദൈവവചനം നമ്മളോട് സംസാരിക്കും. ആമേൻ. തന്നെ ഞാൻ മുൻപോട്ട് സ്വാഗതമായി ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമം ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഇടയായി ഓർത്ത് ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഹല്ലേലൂയ കടന്നു വരുന്നത്. എന്നെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എന്നെ ായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒഫീഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് പേര് സുരേന്ദ്രൻ എന്നാണ്. ഞാൻ കൺവേർട്ടായി 2% വന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമേ ഞാൻ നിമിഷം പരിചയപ്പെടുത്തുന്നുള്ളത്. അതിനോട് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിലും വലിയ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ദാസന്മാരെ പലപ്പോഴും പല ഇടങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പരിചയപ്പെടുവാനോ ഒരുമിച്ച് ആരാധനയെ സംബന്ധിപ്പാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ നാളിൽ കർത്താവിൻ്റെ ആത്മാവ് അതിൽ വഴി ഒരിക്കൽ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ
താല്പര്യം വലിയ കർത്താവിൻ്റെ ദാസന്മാരുടേതായിരിക്കുന്ന തിരുവചനം, അവരുടേതായിരിക്കുന്ന ആലോചനകൾ കേട്ട് സന്തോഷിക്കുന്ന ഒരു താല്പര്യമാണ് എനിക്കുള്ളത്. എന്നാൽ പ്രിയ ജോസ് ബ്രദർ പറഞ്ഞു അല്പനേരം ദൈവത്തിൽ സംസാരിക്കണം എന്ന് പറയുവാനിടയായതുകൊണ്ടാണ് ഇവിടെ എഴുന്നേൽക്കുന്നത്. ദൈവം നമ്മളെല്ലാവരെയും മാനിക്കുകയും അരികിലേക്ക് ചെയ്യട്ടെ. എൻ്റെ മുന്നിൽ ഒരു സമയം താങ്കളാസൻ പറഞ്ഞിട്ടുണ്ട്. സമയമാകുമ്പോൾ പര്യവസാനിപ്പിക്കുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഞാൻ ചില നാളുകളായിരുന്നു താങ്കളുടെ മുഖത്ത് പലയിടങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ രംഗസ്ഥലങ്ങളിലും കേരളം വിട്ട് ചില സ്റ്റേറ്റുകളിൽ പോയി കർത്താവിൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം എന്നെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതെൻ്റെ പുകഴ്ചയൊന്നുമല്ല, എന്നെ ഓർത്ത് അനേക ദേവദാസന്മാരുടെ വിലയേറിയ പ്രാർത്ഥനയാണ് അതിന് വഴി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിനോട് സ്തോത്രം. ഇന്ന് രാത്രി ഒരു തിരുവചന ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്ന വചനം പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറിവിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ ഇലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചെങ്ങല കയ്യിൽ നിന്ന് വീണു. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. വചനം വായിച്ചിരിക്കുകയാണ്. വചനത്തിന്റെ ശബ്ദമാണ്. ദൈവികരായി കാര്യമില്ല. ആ ദൈവത്തിന്റെ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, വചനം സംസാരിക്കാൻ ആവശ്യമാക്കുന്ന കൃപമാറാകുന്നത് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാൻ വലിയ വ്യാപാര ശക്തി ഞങ്ങൾ മധ്യതമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവനെടുപ്പിന്റെ ആക്രമേ അരികിലേക്ക് സഹായിക്കും. എല്ലാ നന്മയ്ക്കായ സ്തോത്രം. ആമേൻ. നല്ല നാഥനേ, നിനക്കായി ഞാൻ സേവ ചെയ്യുവാൻ യമ്മായേ. നല്ല നാഥനേ, നിനക്കായി ഞാൻ സേവ ചെയ്യുവാൻ യമ്മായേ. അയ്യന്തേ മുനി സാനിധി വായ യാമാ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചന ശുശ്രൂഷ നടത്തുന്നതിനായിട്ട് ഒരു വെളിപ്പാട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും
ധ്യാനിച്ചപ്പോൾ അല്ലെങ്കിൽ സ്തോത്രം എനിക്ക് വീണ്ടും ഒരു വെളിപ്പാട് കാണുവാനിടയായി. അതിനോട് ചേർന്നാണ് ഈ തിരുവനന്തപുരം ഭാഗം രാത്രികാലം വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ശുശ്രൂഷിക്കാനായി ആഗ്രഹിച്ച് മനസ്സിലാക്കി കടന്നു വന്ന തിരുവനന്തപുരം എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു പള്ളിയിൽ പ്രസംഗിച്ചുള്ള 18 സംവത്സരമായി കൂലിയായ ദിവസത്തിൽ യേശുക്രിസ്തു കാണുവാനിടയായി. യേശുക്രിസ്തു അവനെ അടുത്ത് വിളിച്ച് അവന്റെ മേൽ കൈവച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ചവരുടെ കൂടെ നിവർത്തുവാനിടയായി. അവൾ ആലയത്തിലേക്ക് കടന്നു വന്നവൾ നിവർന്നവളായി വളരെ പ്രത്യാശയോടെ സന്തോഷത്തോടെ അവൾ ശക്തിയോടെ ആലയം വിട്ട് മടങ്ങി പോകുവാനിടയായി. സ്തോത്രം. ആ ചിന്തയെക്കുറിച്ച് സംസാരിക്കാൻ രാത്രികാലം ഞാൻ ആലയിലേക്ക് കടന്നു വന്നാൽ ആലയം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെല്ലാവരും വേണ്ടിയിട്ട് കർത്താവ് ആലയിൽ നടത്തിയ വിധങ്ങളെ വർണ്ണിപ്പാൻ നമുക്ക് നാമങ്ങൾ പോരാ, ആലയം ആയുസ് പോരാ, വാക്കുകൾ പോരാ എന്ന് പാടിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ വെളിപ്പാട് കാണിക്കുവാനിടയായി. ആലയുടെ സ്തോത്രം ഒരു നിലം ആലയുടെ പുഞ്ചവയലാണ്. അവിടെ ഞാൻ കൊണ്ട് നട്ടു. അത് എല്ലാം മൂടിളകി അതിങ്ങനെ ജലത്തിന്റെ മേൽ വെള്ളത്തിന് മേളിൽ അതിങ്ങനെ കൂട്ടമായി നടക്കുകയാണ്, ഒഴുകി നടക്കുകയാണ്. ആലയുടെ സ്തോത്രം. ആലയുടെ മൂട് ഉറച്ചിട്ടില്ല, ഉറച്ച മൂട് മാറിപ്പോയിരിക്കുകയാണ്. ആലയ ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിപ്പാട് ആലയെ പ്രസാദിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ആലയ ദൈവത്തിന്റെ ബന്ധത്തിലൂടെ ചിന്തിക്കുമ്പോൾ സ്തോത്രം 10 ദിവസം കാലഘട്ടത്തിലായിരിക്കുകയാണ്. ഹേരോദാവ് സമയത്തിനെ പീഡിപ്പിക്കേണ്ടതിനായി എഴുന്നേറ്റ് ആലയ സ്തോത്രം യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുവാനിടയായി. അത് യഹൂദന്മാർക്ക് വളരെ സന്തോഷമായി. അനന്തരമായി ആലയ ശേഷമായി 10 ദിവസം പിടിച്ച കാലഘട്ടത്തിലേക്ക് അടച്ചിരിക്കുകയാണ്. ആലയ സ്തോത്രം 10 ദിവസത്തെ കാലഘട്ടത്തിൽ അടച്ച് ആലയ ചന്ദ്രകാലം ബന്ധിക്കപ്പെട്ട ആലയ സ്തോത്രം കാലഘട്ടത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ആലയ സ്തോത്രം കാലഘട്ടത്തിന്റെ കാവലായി അവൻ രാത്രി കാലഘട്ടത്തിലായി വിശ്രമിക്കുമ്പോൾ അമ്മ മറിയ അവന്റെ ഭവനത്തിൽ ആലയം 10 ദിവസം വിടുതലായി ശക്തമായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് അദ്ദേഹത്തിൽ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് രാത്രി ശക്തമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആലയം നിന്റെ ആലയ സഹോദരങ്ങളോ സഹോദരിയോ കുഞ്ഞുങ്ങളോ വേണ്ടപ്പെട്ടവരോ നിന്റെ കൂട്ടുകാരക്കാരോ ശിഷ്യന്മാരോ നിന്റെ ഭവനക്കാരോ എന്തിനായി ആയിരിക്കുമെങ്കിൽ ദേശത്ത് ശക്തമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് രാത്രികാലം ഞാൻ പറയുകയാണ്. ആലയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മറിയുടെ പണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പത്രോസ് കാലഘട്ടത്തിൽ വിശ്രമിക്കുന്നു ക്ഷീണിതനായി. അടുത്ത പ്രഭാതത്തിൽ പത്രോസിനെ ആ ജനത്തിൽ നിർത്താൻ പോവുകയാണ്. അവനെ കുറ്റം വിധിച്ച് ആലയിലെ പത്രോസിനെ കൊല്ലുവാനുള്ള സമയം ആസന്നമായിരിക്കുകയാണ്. ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നേരെ പുലരുമ്പോൾ പത്രോസിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. അവിടെ വലിയൊരു പ്രാർത്ഥന ശക്തി വെളിപ്പെടുകയാണ്. പെട്ടെന്ന് ദൂതൻ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങുവാനിടയാണ്. ഇന്ന് രാത്രി സ്തോത്രം ആലയെ പ്രാർത്ഥിക്കുന്നതിന്റെ ഭവനത്തിനുള്ളിൽ ആലയ സഭയ്ക്കുള്ളിൽ ജീവിതത്തിനുള്ളിൽ ഇന്ന് രാത്രി കർത്താവ് നിനക്ക് തന്നെ പെട്ടെന്ന് ഇറങ്ങുവാനിടയായി. സ്തോത്രം. യഹോവയായ ദൈവം പെട്ടെന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് വിടുതൽ നടക്കും. പെട്ടെന്ന് നീ പുറത്തു വരുവാനിടയായി. ഇന്ന് രാത്രി അനേകം ചന്ദ്രകൾ അഴിയുവാനുണ്ട്. അഴിയുവാനുണ്ട്. നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരുവൻ ഇസ്രായേലിന്റെ ആളുകളെ വേച്ചുകൊണ്ട് ഗോരപർവ്വതത്തിന്റെ അടിവാരങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ആളുകളെ വേച്ചുകൊണ്ട് ഉളറിപ്പാറുകയാണ്. ആരാണ്? മോശയാണ്. സ്തോത്രം. അവൻ ചെയ്ത പാപവും അവൻ ചെയ്ത കുറ്റവും അവൻ ചെയ്ത അകൃത്യവും അവൻ ഉള്ളിൽ അടക്കിക്കൊണ്ട് അവൻ അകൃത്യം ഏറ്റുപറയാതെ അവൻ ഓടി ഒളിച്ച് ആളുകളെ വേച്ചുകൊണ്ട് വരാതിരിക്കുമ്പോൾ ഓരോ പർവ്വതത്തിന്റെ അടിവാരത്തവൻ അവന്റെ കുറ്റമാരും അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതാ യേശുവിന്റെ ശബ്ദം അവന്റെ മുന്നിൽ മുഴങ്ങുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം നിന്നെ ദൈവം പറഞ്ഞയക്കുവാൻ പോവുകയാണ്. മോശയെ ദൈവം പറഞ്ഞയക്കാൻ പോവുകയാണ്. മോശമായ അകത്യങ്ങളെ സ്തോത്രം ദൈവം കാണുവാനിടയായി അവനെ അകത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. മോശയെ അകത്തത്തിൽ നിന്ന് വിടുവിക്കാൻ പോവുകയാണ്. അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ പോവുകയാണ്. അവനെ സ്തോത്രം അവനെ തന്റെ ജനത്തിലെ വിടുവിക്കുവാനായി അവനെ പറഞ്ഞയക്കുവാൻ പോവുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം
ക്രിസ്തുവിനെ സ്വന്തമാക്കി അനേകരെ നേടുവാൻ, അനേകരെ മടക്കിയെടുക്കുവാൻ, അനേകരെ ജീവിതത്തിൽ ആദായപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നന്ദിയുടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയോജനന്റെ അമ്മ മറിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ആ പ്രാർത്ഥനയുടെ മറുപടി അവളുടെ വാതിൽക്കൽ മുട്ടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മറിയയുടെ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ പ്രതിഫലം, ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആ പ്രാർത്ഥനയുടെ ആയിരിക്കുന്ന ഹല്ലേലൂയ മറുപടി ഹല്ലേലൂയ അവളുടെ വാതിൽക്കൽ മുട്ടുകയാണ്. ഹല്ലേലൂയ. പത്രോസ് സ്തോത്രനായി വന്ന് മുട്ടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം. ഈ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്ത്രീകളെ ആശ്രയപ്പെടുന്ന വെളിപ്പാടിനായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ ദൈവത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന് വേണ്ടി കരയുവാൻ, ഹല്ലേലൂയ സ്വജനത്തിന് വേണ്ടി കരയുവാൻ, സ്വജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ദൈവം തന്നെ വ്യക്തന്മാരുടെ നാളുകളിൽ വിളിച്ചു വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദേശത്തും എന്റെ അയൽവക്കത്തും താമരദാസൻ കടന്നു വന്ന് ഒരു ടീം പ്രാർത്ഥന വെച്ചിരിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്ത് കടന്നതിന് ശേഷമായി അനേക അവിടെ സഹോദരന്മാർക്കൊക്കെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഐക്യകൂട്ടായിട്ട് വേണം, ഐക്യമായി കൺവെൻഷൻ നടത്തണം എന്ന് അവിടെ എന്റെ സ്വപ്നായകരായിരിക്കുന്ന ഒരുപാട് സഹോദരന്മാരോട് ഞാൻ താല്പര്യം പറയുവാനിടയാണ്. അല്ലെങ്കിൽ സ്തോത്രം. പക്ഷെ അവരെല്ലാവരും അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും പിന്നീട് ആരും അതിനെ മുതിർന്നില്ല. സ്തോത്രം. എന്നാൽ ഞാൻ വിഷയത്തെ ഓർച്ചെങ്കിൽ പലപ്പോഴും ആലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെടാതിരിക്കുന്ന ഈ ജോണച്ചാനാണെങ്കിൽ ഗുജറാത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ക്രമീകരിക്കണം എന്ന് വേറെ ഡേവിഡ് സഹോദരൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിൽ നടന്നില്ല എങ്കിലും അനേക നാളുകളായി എന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആരെയും എന്റെ മുറ്റത്തെ മുന്നിൽ എന്റെ നേശത്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു ഐക്യകൂട്ടായി അതാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നവരാണ് പറയുവാനുള്ള കാരണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ പേരിലേക്ക് യോനായി അയച്ചതുപോലെ ഹല്ലേലൂയ പ്രദേശത്തേക്ക് പ്രിയപ്പെട്ടതാക്കി ജോസ്പുത്രനെ യഹോവയായി അയക്കുവാനായി ഹല്ലേലൂയ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. രാത്രി മടക്കുന്ന വിഷയത്തിലേക്ക് പ്രാർത്ഥനയുടെ പ്രതിഫലം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം പ്രാർത്ഥന കേൾക്കും, അവൻ മറുപടി തരും. രാത്രി ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 13 വായിക്കുന്നത് ഇങ്ങനെയാണ്. സഭത്തിൽ കടന്നുവന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 സംവത്സരമായി കൂലിയായ ഒരു സ്ത്രീയെ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാത്രി പറയട്ടെ, നമ്മൾ ആത്മീയമായി ജീവിക്കുമ്പോൾ പല വർഷങ്ങളായി പല ആണ്ടുകളായി പല മാസങ്ങളായി പല ദിവസങ്ങളായി നമ്മൾ ആലയത്തിലായിരിക്കുകയാണ്, ആരാധനയെ സംബന്ധിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവം കടന്നു വന്നിട്ടുണ്ട്. എപ്പോഴും മാറ്റുവാൻ ശക്തനാണ്, പോരായ്മ നിവർത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി പൂരിയായി മടങ്ങി പോകുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. ഇന്ന് രാത്രി നിവർവാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിവർവാൻ താല്പര്യമുണ്ടോ? ഇന്ന് രാത്രി തല ഉയർത്തുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഇന്ന് രാത്രി നിനക്ക് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ താല്പര്യമുണ്ടോ? ഇന്ന് രാത്രി കാലം യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുവാൻ താല്പര്യമുണ്ടോ? അവരിലേക്ക് നോക്കിയാൽ പ്രകാശമായി തീരും. കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രി കടന്നു പോകുമ്പോൾ 12 വർഷമായി 12 വർഷമായി പള്ളിയിലുണ്ട്. സ്തോത്രം. എന്നാൽ യേശുവിനെ പൂർണ്ണമായി കാണുവാൻ അവർ കഴിയും. പൂർണ്ണമായി യേശുവിനെ കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിനെ കൂടെ ശിഷ്യന്മാരിൽ പലരും യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ട് പലരും യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ കഴിയായി, പലരും തള്ളി പറയുവാൻ കഴിയായി, പലരും യേശു ക്രിസ്തു യെരൂശലേമിൽ കടന്നു പോകുമ്പോൾ വലിയ ഗുരുക്കന്മാര് വിളിച്ച് പറയുമ്പോൾ അവരുടെ പിന്നാലെ പോകുന്ന തന്റെ ദാസന്മാർ പറയുവാനിടയായി അവരെ അസഖ്യപ്പെടുത്തരുത്, അസഖ്യപ്പെടുത്തരുത്, ദൈവത്തിൽ കടന്നു പോകട്ടെ എന്ന് പറയുന്നവർ യേശുവിനെ വിളിക്കുവാൻ സമ്മതിക്കാതെ സുഹൃന്മാരെ തടഞ്ഞതുപോലെ 18 വർഷമായി പള്ളിയിലുണ്ട്. പക്ഷേ കൂലിയാണ്, അനുഗ്രഹമില്ല, നിവർന്നിട്ടില്ല, പ്രവശങ്ങൾ മാറിയിട്ടില്ല, നന്മവായിട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നും കഷ്ടതയും പ്രയാസമാണ്, എന്നും ഇല്ലായ്മയാണ്.
ഹല്ലേലൂയ സ്വന്തമുണ്ട് ഹല്ലേലൂയ പൂർണ്ണമായി അവന്റെ പാദത്തിലേക്ക് കടന്നു എവിടെപ്പാൽ പറഞ്ഞില്ലേ ഹല്ലേലൂയ ഞാൻ വിലക്കി കിടക്കുകയാണ് അത് മൂട് ഉറച്ചിട്ടില്ല നിലം ഒരുങ്ങിയതാണ് ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ മൂട് വിലക്കിക്കൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം എന്ന് രാത്രിക്കാലം പറയട്ടെ ഹല്ലേലൂയ നമ്മൾ ഉറച്ചു നിൽക്കണം കുലുങ്ങാത്തവരായി നിൽക്കണമെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കുലുങ്ങാതെ ഹല്ലേലൂയ ഭയപ്പെടാതെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിന്റെ അമ്മ മറിയാം ഹല്ലേലൂയ കുലുങ്ങാതെ ഹല്ലേലൂയ പത്രോസ് വിടുതലായി ശക്തിയോടെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതായിട്ട് ഇരിക്കുകയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അനേകരെ നമുക്ക് പ്രയോജനം വഹിക്കുമ്പോൾ സുവിശേഷം പഠിക്കുന്ന നമ്മളെ കാണുവാൻ കഴിയും സ്തോത്രം ഹല്ലേലൂയ വചനത്തിന്റെ പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണ് നമുക്ക് ഉറച്ചു നിൽക്കുവാൻ ഹല്ലേലൂയ നില ഒരുങ്ങി കിടക്കുന്നതിൽ നമ്മൾ ഉറക്കുവാൻ ഹല്ലേലൂയ സമ്മതിക്കാത്ത ഹല്ലേലൂയ ആത്മീയമായി ഉറച്ചു നിൽക്കുവാൻ സമ്മതിക്കാത്ത ഹല്ലേലൂയ ആത്മീയമായി പാടുവാൻ കഴിയാത്ത ആത്മീയമായി പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ നമ്മൾ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ നമ്മുടെ കാലിനെ അടക്കുന്ന ഹല്ലേലൂയ ദൈവത്തെ തകർത്ത് മറിക്കുന്ന ഹല്ലേലൂയ അന്ധകാര ശക്തികളുടെ വ്യാപാരം ഹല്ലേലൂയ ദൈവമക്കളുടെ ഹല്ലേലൂയ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ വിളിക്കുണ്ടെന്ന് കരുതി ഹല്ലേലൂയ സുഖമെന്ന പോലെ നടക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം എങ്ങനെ പോകണമെന്ന് അറിയുന്നില്ല എവിടെ നിൽക്കണമെന്ന് അറിയുന്നില്ല ഹല്ലേലൂയ സ്തോത്രം പ്രിയമുള്ളവരെ നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പ്രതികൂലങ്ങളുടെ നൽകിക്കൂടെയാണെന്ന് ദൈവജനം ഹല്ലേലൂയ കടന്നു പോകുന്നു ഹല്ലേലൂയ യാതൊരുമായിരിക്കുന്ന ഹല്ലേലൂയ സമാധാനമില്ലാത്ത നിമിഷമാണ് ഹല്ലേലൂയ യുദ്ധങ്ങളും സുഹൃത്തുക്കളും ഹല്ലേലൂയ ശാപങ്ങളും ഭൂകമ്പങ്ങളും ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഹല്ലേലൂയ കൊലപാതകങ്ങളും ഹല്ലേലൂയ വയക്കുമരുന്നുകളും ഹല്ലേലൂയ മറ്റൊരു വഴിയായി ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ സ്വന്തം മക്കളെ തിരിച്ചറിയാതെ മതവരക്കാരും ആ ലോകം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവരേ ഹല്ലേലൂയ ശക്തമായി ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ സോദോമിന്റെ നാശം അടുത്തു വന്നപ്പോൾ ഹല്ലേലൂയ അബ്രഹാം തന്റെ സഹോദരന് വേണ്ടി ഇടുന്നത് ഹല്ലേലൂയ ദൈവമക്കളുടെ നാളുകളിൽ ഹല്ലേലൂയക്ക് വേണ്ടി ഹല്ലേലൂയ കേൾക്കുന്ന അപേക്ഷമാണ് ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തിനല്ല ദേശത്തിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുവാൻ പത്രോസിന്റെ ഹല്ലേലൂയ ബന്ധനം അഴിഞ്ഞപ്പോൾ അവന്റെ ഹല്ലേലൂയ ചാന്തര മാറിയപ്പോൾ അവൻ സ്വതന്ത്രനായപ്പോൾ അവൻ അടഞ്ഞ വാതിലുകൾ തുറന്നപ്പോൾ അവൻ പുറത്തു വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇതാ കാലഘട്ടത്തിൽ രക്ഷപ്പെടുവാൻ താല്പര്യപ്പെടുകയാണ് ഹല്ലേലൂയ സ്തോത്രം യേശുക്രിസ്തുവിൽ ഹല്ലേലൂയ വിശ്വസിക്കുക പൂർണ്ണമായി ഹല്ലേലൂയ വിശ്വസിക്കുക ഹല്ലേലൂയ വിശ്വസിച്ചാൽ ഹല്ലേലൂയ മഹത്വം കാണുവാൻ ഇടയായി കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി ദൈവത്തോടെ സ്തോത്രം പറയട്ടെ ഹല്ലേലൂയ പ്രിയമുള്ളവരെ ഹല്ലേലൂയ ശക്തിയായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന അഭിഷേകമാണ് ഹല്ലേലൂയ യുദ്ധങ്ങളെല്ലാം ഹല്ലേലൂയ പല രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ യുദ്ധം ഹല്ലേലൂയ ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം എന്നോട് ചർച്ചയിൽ കഴിഞ്ഞ ആഴ്ച അമ്മച്ചു വളരെ യുദ്ധം വരികയാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടേ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറഞ്ഞ അമ്മച്ചു ദൈവത്തിന് വചനം പഠിക്കാൻ പോകുന്നു ഹല്ലേലൂയ സിനിമ ലോകത്തിന്റെ വരണം എന്താണ് അടയാളം ഹല്ലേലൂയ യുദ്ധങ്ങളുണ്ടാകും ക്ഷാമമുണ്ടാകും ഭൂകമ്പമുണ്ടാകും അമ്മച്ചു വായിക്കുന്നില്ലേ ഹല്ലേലൂയ സ്തോത്രം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പക്ഷേ ഹല്ലേലൂയ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നീ എന്ത് ചെയ്യണം ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിൽ രാത്രി ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ വിഷമമാണ് ഒരു രാത്രി ഇസ്രായേലിൽ വളരെ നിലവിളി ഹല്ലേലൂയ ഇസ്രായേലിൽ ഒരു രാത്രി വലിയ നിലവിളിയാണ് എല്ലാ പുറത്തും നിലവിളിയാണ് ഹല്ലേലൂയ വീണ്ടെടുക്കപ്പെട്ട ജനം ഇസ്രായേലിൽ എന്താണ് ചെയ്യുന്നത് അവൻ പുറപ്പെടാൻ സമയമായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഭൂമിയിൽ നിലവിളി ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ സമയമായി അവൻ അരിക്കൽ പോകുവാൻ സമയമായി ഞാൻ ഒരുങ്ങേണ്ട ചിന്താപിടിച്ചതാണ് എല്ലാവരും പരസ്പരം നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ എന്നെ സംബന്ധിച്ചിടത്തോളം യുദ്ധവും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ ഞാൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നത് സഹിപ്പാനുള്ള സഹിഷ്ണുതയും എന്റെ ദൈവത്തിന്റെ ഏറ്റവും ആസന്നമായി കർത്താവിന്റെ ഏറ്റവും ആസന്നമായി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പല രാജ്യങ്ങളെ യുദ്ധം കടന്നു പോവുകയാണ് ഹല്ലേലൂയ അവസാനിക്കുന്ന
ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. കാണുമ്പോൾ ഹല്ലേലൂയ എന്റെ അരുമനാഥന്മാരായി ഹല്ലേലൂയ നിലവിളിക്കുമ്പോൾ ഞാൻ ഒരുങ്ങും. ഹല്ലേലൂയ ഞാൻ പോവുകയാണ്. ഞാൻ എല്ലാവരുടെ ഹല്ലേലൂയ സ്തോത്രം എന്റെ കുടുംബത്തെ ക്രമീകരിച്ച് ഞാൻ ഹല്ലേലൂയ മോശത്തോടുകൂടെ പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. രാത്രി ഹല്ലേലൂയ പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ മോശയെ പോലെ വിവേകരും ഹല്ലേലൂയ മാറി നിൽക്കുകയാണ്. നമ്മെ കൊണ്ട് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ മോശ ഹല്ലേലൂയ കൊലപാതകം ചെയ്ത് പാപം ചെയ്ത് മിസ്രൈമിൽ ഓടിപ്പോയവരാണ്. അതിൽ മടങ്ങി പോകുവാൻ താല്പര്യപ്പെടാത്തവരാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം സർവ്വശക്തന്റെ മുന്നിലേക്ക് ഹല്ലേലൂയ മോശയെ അഭിഷേകം ചെയ്ത് പിന്നീട് അയക്കുകയാണ്. ഹല്ലേലൂയ നിന്റെ ശത്രുക്കളുടെ മുൻപാകെ ദൈവമായി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ നാം ഘോഷിക്കുവാൻ ഹല്ലേലൂയ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സ്വന്തം കലർത്തകളെയും ജീവനോടെ മടക്കി അയച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇത് രാത്രി പറയേണ്ടത് സ്തോത്രം. ഹല്ലേലൂയ പത്രോസ് നേർമെടുക്കുമ്പോൾ ന്യായം വിധിച്ചവനെ തകർക്കുവാൻ നോക്കുന്നവന്റെ മുന്നിൽ ഹല്ലേലൂയ ശത്രുവില്ല. ഹല്ലേലൂയ ശത്രുവില്ല, പത്രോസില്ല. അവൻ അവിടെ എപ്പോഴേ പോയി കഴിഞ്ഞ് ദൂതൻ അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പോയി. അവൻ സ്വന്തമായി ഹല്ലേലൂയ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, രാത്രി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ജനങ്ങൾക്ക് ഹല്ലേലൂയ വിടുതലുണ്ട്. ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ആരാധിക്കാൻ കഴിയാതെ ലോകത്തിന്റെ ശക്തികൾ ഹല്ലേലൂയ സ്തോത്രം കുടുംബ പാരമ്പര്യങ്ങള് ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആരാധിക്കാൻ വിടാതെ ഹല്ലേലൂയ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ ഹല്ലേലൂയ അനേക ജീവിതങ്ങളെ കഠിനമാക്കി ദൈവത്തെ ആരാധിക്കാൻ ഹല്ലേലൂയ ഹൃദയം വിട്ടുകൊടുക്കാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ ലോകത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലോകത്തിന്റെ ഭോഗങ്ങളിലേക്ക് അവരെ തിരിക്കുവാനായി പൈശാചിക ശക്തികൾ നിങ്ങളെ ഇരട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഹല്ലേലൂയ സ്തോത്രം രാത്രി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തോട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പാടി ഹല്ലേലൂയ ആരാധിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഹല്ലേലൂയ നാം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയുവാൻ നാം പോരാ എന്ന് പറഞ്ഞിട്ട് പോലും ഹല്ലേലൂയ ആത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ ഹല്ലേലൂയ ചില ജീവിതങ്ങളെ ഹല്ലേലൂയ പിശാച് ബന്ധിച്ചിരിക്കുന്നതായി കാണുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ രാത്രി ഹല്ലേലൂയ സ്തോത്രം ആത്മാർത്ഥമായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പൂർണ്ണ വരുവാനിടയാകും. ആത്മാവിന്റെ പുതുക്കത്തിലാണ്. ഇത് രാത്രി പുതിയ ആത്മാവോടെ ഒരു പുതിയ ശക്തിയോടെ ഇത് രാത്രി കടന്നു പോകാനുള്ളവരെ ആരാഴ്ച വെറുതെ പോകുവാനല്ല. ദൈവം ചെയ്ത നന്മകൾ എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. സ്തോത്രത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഉപകാരങ്ങളെ എനിക്ക് മറന്നുകളയുവാൻ കഴിയുകയില്ല. ദൈവം വിളിച്ചവനാണ്. ദൈവത്തെ ഞാൻ വിളിച്ചറിഞ്ഞവനാണ്. എന്റെ ഭവനം ദൈവത്തെ വിളിച്ചറിഞ്ഞതാണ്. എന്റെ ഭവനത്തെ കുറിച്ച് നിങ്ങൾക്കെല്ലാവരും എനിക്ക് ആത്മീയമായി പാരമ്പര്യം പറയുവാനില്ല. എന്ത് മാർഗം ദൈവം വിളിച്ചു വേർതിരിച്ച് ഇത്രത്തോളം കർത്താവ് നിർത്തിയിരിക്കുന്നു. വിളിച്ചവൻ വിശ്വസ്തനാണ്. ശക്തിക്കുമെന്ന് പിന്തിരിക്കുവാൻ കഴിയുകയില്ല. സ്വപ്നം കാണുന്ന പോലെ ദൈവ പ്രവർത്തനത്തിൽ വെളിപ്പെടുമ്പോൾ ഈ സ്വപ്നം കാണുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം. ആരാധന ശക്തമായി ആരാധന ഉണ്ടാകുന്നത് സ്തോത്രം. കർത്താവ് നമ്മുടെ മധ്യത്തിലൂടെ ഉണ്ട്. കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു അവസാനമെങ്കിലും പാട്ടുപാടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ സമയത്ത് നിന്ന് 10 മിനിറ്റ് ഞാൻ നിർത്തും. നമുക്ക് പാടി ആരാധിക്കണം. ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ഇന്ന് രാത്രി എന്റെ കുറുവശങ്ങൾ ദൈവമേ എന്റെ കുറുവശങ്ങൾ വെളിപ്പെടുത്തുമാറാകണമേ. എന്നോട് ഇടപെടുമാറാകണമേ. എന്റെ കൃത്യത്തിൽ വരുമാറാകണമേ. എന്റെ മനസ്സിനെ മാറ്റുമാറാകണമേ. എന്നെ കഴിവുമാറാകണമേ. എന്റെ വിലാപത്തിൽ തട്ടുമാറാകണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഇന്ന് രാത്രി നിന്റെ കരവന്റെ വെക്കണം. ഇന്ന് രാത്രി പോരായ്മകളെ മാറ്റണം. ഇന്ന് രാത്രി നിവർക്കണം.
സന്തോഷം ആമേൻ. ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ ചിലരെ ചുട്ടിക്കൊണ്ടുവച്ച ഒരു വൃദ്ധനായ മനുഷ്യനെ കാണാൻ കഴിയും. ചിലർ ചുട്ടിക്കൊണ്ടുവെക്കുകയാണ്, ചിലരെ വിളിച്ചുകൊണ്ടുവയ്ക്കുകയാണ്, ചിലർ ചുട്ടിക്കൊണ്ടുവയ്ക്കുകയാണ്, ചിലരെ പ്രേരിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ചിലരെ ചുട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്, ചിലരെ സഹായം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി കലയിൽ സഹായമില്ല. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്വത്രയായി ഞങ്ങൾ ഒന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറയുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പാൻ താല്പര്യമാർക്കുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പാൻ താല്പര്യമാർക്കുണ്ട്. എനിക്കിന്ന് എഴുന്നേൽക്കണം. എനിക്കിന്ന് കിടന്നാൽ പോരാ, എനിക്ക് അന്ധനായിരുന്നാൽ പോരാ, എനിക്ക് വൃദ്ധനായിരുന്നാൽ പോരാ, എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് ആരാധിക്കണം, എനിക്ക് തുള്ളി ആരാധിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതാണ് ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് പ്രത്യാശയുടെ മഹത്വം. ഹല്ലേലൂയ. എനിക്ക് ആരാധന എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആരോ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നവരെ എനിക്കല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രം. തിരുവനന്തപുരം നമ്മൾ തിരിച്ചപ്പോൾ നമ്മൾ എഴുന്നേൽക്കണം. തൊഴിൽ വരുന്ന കുട്ടികളെ പോലെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സ്തോത്രം. പാപങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് അവൻ അമ്മായി അപ്പൻ ആടുകളെ വേവിച്ചുകൊണ്ട് അവൻ കഴിവാൻ കടന്നു പോകുമ്പോൾ എന്ന് ഒരു ശബ്ദം അവനെ വിളിക്കുകയാണ്. പോയി ആരാണ് വിളിക്കുന്നത്? നോക്കുമ്പോൾ ഉൾപ്പെടപ്പെടുന്ന ശബ്ദം ഉണ്ടാകുകയാണ്. യാക്കോബിലേക്ക് നോക്ക്. യാക്കോബ് ഓടിപ്പോയി കിടക്കുകയാണ്. അവന് വിചാരം ആരും അറിയുന്നില്ല. കിടക്കുകയാണ്. അവൻ ആരെയാണ് കളിപ്പിച്ചിട്ട് വന്നിരിക്കുന്നത്? ആരെയാണ് വെറുപ്പിച്ചിട്ട് വന്നിരിക്കുന്നത്? ആരോടാണ് അവൻ കള്ളം പറഞ്ഞിരിക്കുന്നത്? കിടന്നുറങ്ങുകയാണ്. അകത്യം മറച്ചു വയ്ക്കുന്ന ഷോ വരികയില്ല. കണ്ണലിക്കും. ഇന്ന് രാത്രി കണ്ണതിന്റെ മക്കളുണ്ട്. കണ്ണയുമായി നമ്മുടെ നാദർ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കണ്ണ പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? കണ്ണ പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? ദൈവത്തെ സ്തുതിക്കാതെ രാത്രി അടിയാൻ പോവുകയാണ്. സ്വത്രയാകാൻ പോവുകയാണ്. ഇന്ന് രാത്രി വിളിക്കുമ്പോൾ സ്വത്രയായതിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്തോത്രം. പരിപാലനങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥന മറുപടി കടന്നു വരും. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കേണ്ടതിനുള്ള സ്തോത്രം. രാത്രി ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാണ്. കടലിൽ മാറ്റുവാൻ ഭവനത്തിന്റെ സ്വാധീനം മാറ്റുവാൻ ദേശാന്തര ശക്തി കുടുംബ പാരമ്പര്യം പുറകോട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന ഹൃദയങ്ങളെ രാത്രി ദൈവം വെളിപ്പെടുത്തുകയാണ്. പൂർണ്ണമായി വന്നേ മതിയാകെയുള്ള പൂർണ്ണമായി വിട്ടുവന്നേ മതിയാകെയുള്ള ലോകത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞു നോക്കരുത്. കുടുംബ പാരമ്പര്യം ആരാധനയിൽ ഉണർന്നു നടന്നു സാധിക്കാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ശക്തികൾ ഉണ്ട്. അതാണ് വെളിപ്പാട് ദൈവനെ കാണിച്ചത്. ഉറച്ചിട്ടില്ല. സ്തോത്രം. ഉറക്കാത്ത ഞാറുപോലെ ഇങ്ങനെ വെള്ളത്തിൽ മീതെ കിടക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഇന്ന് രാത്രി ഉറപ്പോടുകൂടി കടന്നു
കടന്നു പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കുവാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, യാക്കോബിനെ കണ്ടവനായ ദൈവം എല്ലാം കുറവശമുള്ളവനാണ്. യാക്കോബിന്റെ കുറവശങ്ങളെ കണ്ട് യാക്കോബിനെ അനുഗ്രഹിച്ചവനായ ദൈവം മോശയുടെ കുറവശങ്ങളെ കണ്ട് മോശയെ അനുഗ്രഹിച്ച് പാപത്തെ വായിച്ചു കളഞ്ഞ് തന്നെത്താൽ കഴുകി മോശയെ പറഞ്ഞതുപോലെ അനേക ജീവിതങ്ങളെ ദൈവത്തിന്റെ ജനത്തെ നേടുവാനായി പറഞ്ഞിരിക്കുവാൻ ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. പറഞ്ഞേക്കാൻ വിദൂരങ്ങളിലേക്ക് സ്റ്റേറ്റുകൾ വിട്ട് ഇന്ത്യ മഹാരാജ്യം വിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അതിർത്തിയോളം സംസ്ഥാനങ്ങളിലേക്ക് ദൈവത്തിന്റെ ഭക്തന്മാരെ അയക്കുവാൻ ഇവിടെ നിന്ന് അയക്കുവാൻ പോവുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥനയുടെ ഫലമായി അനേക പ്രിയപ്പെട്ടവർ ഭൂമിയുടെ അടുത്തോളം കടന്നുപോയി ദൈവത്തിന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാണ്. ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. ഇവിടെ 4 പർവ്വതങ്ങളുടെ ഇടയിൽ ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ ഒതുങ്ങുകയല്ല. പ്രവർത്തനങ്ങളെ ഒതുങ്ങുകയല്ല. വിശാലമായി ദൈവം പറഞ്ഞയക്കാൻ പോവുകയാണ്. ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. അനേകരെ ദൈവം കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ഇവിടുത്തെ ചില വ്യക്തികൾ, ചില ദർശനക്കാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ എഴുന്നേൽക്കാൻ പോവുകയാണ്. യാതൊരു മാറ്റമില്ല. നിങ്ങളെ പ്രാർത്ഥിക്കുക. ഭയപ്പെട്ട് കർത്താവ് ആത്മാവിനായി കാത്തിരുന്നതുപോലെ കാത്തിരിക്കുന്നവരുടെ നടുവിലേക്ക് വരുന്ന ദൈവത്തിന്റെ ആത്മാവാണ് കാര്യസ്ഥൻ. താല്പര്യത്തോടെ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നത്. കർത്താവിന്റെ വാഗ്ദത്തത്തിനായി, കർത്താവിന്റെ ആത്മാവിനെ കേൾക്കാനാണ്, കർത്താവിന്റെ ശബ്ദം കേൾക്കാനാണ്, കർത്താവിന്റെ കണ്ണിന്റെ വരാനാണ്. കഷ്ടങ്ങളെ മറന്ന്, പ്രയാസങ്ങളെ മറന്ന്, ദുഃഖങ്ങളെ മറന്ന്, ഇല്ലായ്മകളെ മറന്ന്, രോഗങ്ങളെ മറന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി വന്നു. ഇന്ന് രാത്രി ആലയ സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലയ സമയം ദിവസം വന്ന് ആലയ ദൈവത്തിനനുസരിച്ച് ബന്ധപ്പെട്ടിരിക്കുകയാണ്. വായിച്ചത് പെട്ടെന്ന് ആലയ ദൈവത്തിന്റെ ദൂതൻ അടുത്ത ദിവസം എന്ത് സംഭവിക്കുന്നു ഓർമ്മ ആലയം ശ്രമിച്ച് വളരെ ഭാരപ്പെട്ട് ക്ഷീണിതനായി അബന്ധിക്കപ്പെട്ടവനായി 10 വർഷം ആലയ ഒന്നുമില്ല. കർത്താവനായി പോരായി സുരക്ഷിതനായി ജീവിച്ച് ഒന്നുമില്ലാത്തവനായി വിഭജിക്കപ്പെട്ടവനായി 10 വർഷം കാലാഗ്രഹത്തിന്റെ ഹൃദയത്തിന്റെ വേദന ദൈവം കാണുവാനായി. എനിക്ക് മുന്നേ സംസാരിച്ച കർത്താദാസൻ പറഞ്ഞതുപോലെ ദൈവം കണ്ടു. നിരൂപണം ദൈവം ദൂരത്തിൽ നിന്ന് മനസ്സിലാക്കി. പത്രോസിന്റെ വിഷമം ദൈവം മനസ്സിലാക്കി. രാത്രിയിൽ പത്രോസുകൾ നിലയ്ക്കാത്ത സമയത്ത് ദൂതനെ അയക്കുവാനിടയായി. പത്രോസ് പോലും വിചാരിച്ചില്ല അവരെ ദൈവത്തിന്റെ കരം തൊടുമെന്ന്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം തൊടട്ടെ. അനേക ജീവിതങ്ങൾ ദൈവത്തിന്റെ കരം തൊടട്ടെ. നിഷ്ഠിതയായിരിക്കുന്നു, ഇതിനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരമാണ്. നിരോഗിയായിരിക്കുന്നു, നിന്റെ കരം തൊട്ട് ജീവിക്കുന്ന വിടുതലാണ്. സ്തോത്രം. ഈ ഭവനത്തെ തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ടു. നിന്റെ ദൈവത്തിന്റെ കരം തൊടാൻ പോവുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി കരം തൊടണം. സ്തോത്രം. ഞാൻ പലയിടത്തും പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. പല ദിവസമാരും ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്നെ തൊടണം, എന്നോട് ദൂതായിരിക്കണമേ, എന്നോട് സംസാരിക്കണമേ, എന്നെ കുറവ് വെളിപ്പെടുത്തണമേ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാവുന്നത്. ദൈവത്തിന്റെ ദാസന്മാര് പറയുമ്പോൾ ഇന്നത്തെ ആലവൻ എന്നോടായിരിക്കണം ഞാൻ പറയുന്നത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നാം ചെന്ന് കുറ്റിയതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലോചന എനിക്കായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
സ്വത്രം ഇന്ന് രാത്രി സ്വന്തം പ്രിയമുള്ളവരെ ഞാൻ പരിവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷീണിതരായിരിക്കുന്ന പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ കരം വരുവാനിടയായി. നിന്റെ ക്ഷീണാവസ്ഥയിൽ ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കരന്റെ സ്വന്തയാക്കും. അവനെ രാവിലെ പത്രോസിനെ കാണുവാനായി പത്രോസിനെ കൊല്ലം ശിക്ഷിക്കുന്നത് കാണുവാൻ അനേകം നോക്കിയിരിക്കുകയാണ്. സ്വത്രം ദുഷ്ടന്മാരുടെ മുൻപാകെ ശത്രുവിന്റെ മുൻപാകെ കലയെല്ലാം അഭിഷേകം ചെയ്യുന്നവൻ ശത്രുവിന്റെ മുൻപാകെ മേശ ഒരുക്കുന്നവൻ സ്തോത്രം ദൈവം നമുക്കുള്ളത്. അവർക്ക് മേശ ഒരുക്കും. അടുത്ത ദിവസം ഇന്ന് രാത്രി കലേലിയ ദൈവത്തിന്റെ കരത്തിനെ തുടരും. അതായിരിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടേതായിരിക്കുന്ന ചിന്ത. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരത്തോടാതെ നമ്മൾ പോകുന്നു. വഴിയിൽ നമ്മൾ വധിച്ചു പോകുന്നതായി തീരും. അതുകൊണ്ട് തന്നെ ചിന്തിച്ചു ഇന്ന് രാത്രി യേശുവിന്റെ കരം ആരവൻ തുടരണമെന്ന് ആരാഗ്രഹിക്കുന്നു അവരെ തൃപ്തിപ്പെടുന്ന കർത്താവുകൾ കർത്താവ് മറ്റേ തൊണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവനെ കണ്ടു മടങ്ങുവാൻ ഇടയായി 18 സംവത്സരമായി യേശുവിനെ കണ്ടു. യേശു അവളെ കണ്ടു. യേശുവിന്റെ കര അവളെ മേൽ വെച്ചു. അവളെ ഇന്ന് രാത്രി തിരുവചനം നമ്മളെല്ലാവരെയും നിർത്തുമാറാകട്ടെ. തലയെ ഉയർത്തുന്നവനായി തീരട്ടെ. ശക്തിപ്പെടുത്തതായി തീരട്ടെ. ദൈവത്തിന്റെ